നമ്മളെക്കാൾ ബുദ്ധിയും ശക്തിയുമുള്ള ഒരാൾ നമ്മുടെ അതേ ഉദ്ദേശത്തോടെ നന്ദന്റെയും ഋഷിയുടെയും പുറകെ ഉണ്ടെന്നോ? അങ്ങനെയോ ആവാം. കൃത്യമായ ഒരു അവസരം കാത്തിരിക്കുന്ന ഏതോ ഒരു ശത്രു നന്ദനെ പൂട്ടിയിട്ടുണ്ടാവുമല്ല. എനിക്ക് വേണ്ടിട്ടാ ഇവരിതൊക്കെ ചെയ്യുന്നത്. നീ നീ ആരടാ? പ്രകാശ്, എന്നെ മറന്നു കാണില്ലല്ലോ നീ. ഞാൻ പ്രകാശ് മേനോൻ. നമ്മുടെ പ്രിയപ്പെട്ടവര് ഇവിടെ എത്തി. ഇനി നമുക്ക് ആഘോഷത്തിന്റെ രാവുകളാണ്. നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന പലരും ഇവര് രണ്ടുപേരും പരസ്പരം മാല അണിയിക്കുന്ന ആ മഹനീയമായ ചടങ്ങ് കണ്ടിട്ടുണ്ടാവില്ല, ശരിയല്ലേ? ഈ വിവാഹ വാർഷികത്തിൽ നമ്മൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു. ബലറാം സർ, നിങ്ങളുടെ മകൾ മീരയെ കൊന്നയാൾ ദാ നിൽക്കുന്നു. പ്രശസ്ത നടൻ പ്രകാശ് മേനോൻ. നടക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ഹരിയേട്ടാ. എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുക വേണ്ടത്. മറ്റു മാർഗങ്ങളൊക്കെ അടഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറൊന്നും ആലോചിച്ച് സമയം കളയേണ്ടതാ ഞാൻ പറയുന്നത്. അതെ ഹരി സർ, ദേവികയുടെയും സിദ്ധാർത്ഥ സാറിന്റെ കേസായതുകൊണ്ട് മുഖ്യമന്ത്രി ശക്തമായിട്ട് ഇടപെടുമെന്ന് ഉറപ്പാണ്. ഡിവൈഎസ്പി ഐസക്കിനെ നേരത്തെ അന്വേഷണം ഏൽപ്പിച്ചത് നമ്മുടെ തന്നെ പ്ലാൻ അനുസരിച്ചായിരുന്നല്ലോ. ഇപ്പോ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി ഉന്നതമായ ഇടപെടൽ തന്നെ വേണം. ഞാനും ദേവിയും കൂടി പേഴ്സണലായിട്ട് മുഖ്യമന്ത്രി ഒന്ന് കാണുകയും ചെയ്യാം. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം കൊടുക്കും. എനിക്ക് ഉറപ്പാ. ഹരിയേട്ടൻ അതൊന്നും പറയാത്തത്? സിദ്ധു പറഞ്ഞത് തന്നെയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏകമാർഗം. പൂർണ്ണ വിജയത്തിലെത്തിയ ഒരു മിഷനാണ് അവസാന നിമിഷത്തെ ഒരലംഭാവം കൊണ്ട് ഇങ്ങനെ അങ്ങ് വീണുപോയത്. ഞാനായിട്ടാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചതിനൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും ഉത്തരവാദിയാണ്. ഏയ്, ഹരിയേട്ടൻ വന്നതുകൊണ്ടാ ഈ കേസിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നതും നന്ദന്റെ ഭാവിയിൽ ഒരു പ്രതീക്ഷ വന്നതും. അതെ സർ, ഋഷിയുടെ കൊലപാതകവും അതിൽ നന്ദൻ കുറ്റവാളിയല്ല എന്നുള്ള സംശയവും സാറിന്റെ അന്വേഷണത്തിൽ നിന്നല്ലേ കിട്ടിയത്. ഹരിസാറിനെ അവർ നേരത്തെ തന്നെ സംശയിച്ചിരുന്നല്ലോ. നന്ദനെ പെട്ടെന്ന് കാണാതായപ്പോ നമ്മൾ നടത്തിയ നീക്കമാണെന്ന് അവർ ഊഹിച്ചു കാണും. നമ്മളെ പിന്തുടർന്നിട്ടുണ്ടാവും. അതെ, അതിനാവും കൂടുതൽ സാധ്യത. പക്ഷേ 100% അതങ്ങ് ഉറപ്പിക്കാനും പറ്റില്ല. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നത് നോക്കണം. പരിചയമില്ലാത്ത ഗുണ്ടകളാണെന്ന് എസ്തപ്പാൻ പറഞ്ഞു എന്നല്ലേ ദേവിയെ അറിയിച്ചത്? എസ്തപ്പാൻ അറിയാൻ പാടില്ലാത്ത ഗുണ്ടകളാണെങ്കിൽ അവർ ദൂരെ നിന്ന് വന്നവരാവാം. എന്തായാലും മുഖ്യമന്ത്രിക്ക് നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താം. ഇതെന്താ നന്ദ, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തമ്മിൽ കണ്ടിട്ട് ഒന്നും മിണ്ടാത്ത എന്താ? എടാ ചതിയാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ? അപ്പൊ നീയാണല്ലേ എല്ലാത്തിനും പിറകില്, അല്ലടാ? നന്ദ, ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു പൂമ്പാറ്റയെ പോലെ പറന്നു നടക്കുന്ന ഞാനിപ്പോ തികച്ചും സ്വതന്ത്രനാ. നീയാണിപ്പോ തടവുകാരൻ. എടാ നീ എന്റെ ഔദാര്യത്തിലാ ഇപ്പൊ നിന്റെ ജീവിതം. ചുണുണ്ടെങ്കിൽ ആദ്യം കെട്ടഴിക്ക, എന്നിട്ട് സംസാരിക്ക. കുറെ ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ട് വന്നിട്ടല്ല പക തീർക്കേണ്ടത്. പക തീർക്കാനോ? എനിക്ക് നിന്നോട് എന്തിനാ പക? ഞാൻ നിന്നോട് പകരം ചോദിക്കാനോ ജയിലിലാക്കിയതിന് പ്രതികാരം ചെയ്യാനോ വന്നതാണെന്ന് ആര് പറഞ്ഞു? നിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഇവരെ അയച്ചത് ഞാൻ തന്നെയാ. പക്ഷെ അത് നിന്നെ ശിക്ഷിക്കാനൊന്നുമല്ല, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാടാ. നിന്റെ രക്ഷകനായിട്ടാ നന്ദ ഞാൻ അവതരിച്ചിരിക്കുന്നേ. നിന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചു നടക്കുന്ന ചിലർ ചുറ്റുമുണ്ടെന്ന് നിനക്കും അറിയാലോ. അവരെ പേടിച്ചല്ലേ നീ ആ എസ്തപ്പാന്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചത്. പക്ഷേ അവിടെയും നിന്നെ അന്വേഷിച്ച് നിന്റെ ശത്രുക്കൾ എത്തുമെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാ നിന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എന്നെ തൊട്ടിട്ടേ ആർക്കും നിന്നെ തൊടാൻ പറ്റുന്നുണ്ടാ? നീ എന്നെ വിശ്വസിക്ക്. ഞാൻ വന്നത് പ്രതികാരത്തിനല്ല, പ്രായശ്ചിത്തത്തിനാ. നിന്നെ കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കില് അത് എസ്തപ്പാന്റെ വീട്ടിൽ വെച്ച് തന്നെ ആവായിരുന്നല്ലോ. റിസ്ക് എടുത്ത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ ഇവരോട് ചോദിക്കുക എന്റെ നിർദ്ദേശം എന്തായിരുന്നെന്ന്. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, സകല സംരക്ഷണവും കൊടുത്ത് കാത്തു രക്ഷിക്കണം. അങ്ങനെയായിരുന്നു അല്ലടാ സല്ലേ? അതെ സാർ. ആ കള്ളം, പച്ച കള്ളം നീ പറയുന്നേ. നിനക്കെന്നെ രക്ഷിക്കാൻ തോന്നി. നീ എന്തോ മനസ്സിൽ കണ്ടിട്ട് എന്റെ മുന്നിൽ അഭിനയിക്കുക. നന്ദ, നീ എന്താ ഈ പറയുന്നേ? നീ വലിയ സീരിയൽ നടനൊക്കെ ആയിരുന്നില്ലേ? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ജയിലിൽ പോകുന്നതിന് മുമ്പായിരുന്നു നന്ദ എന്റെ അഭിനയമൊക്കെ. ഇരുമ്പഴിക്കുള്ളിലായപ്പോ
ഞാൻ പച്ച മനുഷ്യനായി. ജീവിതങ്ങൾ തിരിച്ചറിഞ്ഞു. എന്താ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ലോകത്തോട് ദേഷ്യ തോന്നേണ്ടത്. പക്ഷേ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. എന്താടാ എന്താ നീ പറഞ്ഞേ? ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചെന്നോ? മീരെ കൊന്നത് പിന്നെ ആരാടാ? നീ അല്ലടാ പാവം മീരെ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. മീരെ കൊന്ന ആരാ? നീ എടാ, നീ അല്ലടാ പാവത്തിന്റെ ജീവൻ എടുത്തത്. എന്നിട്ട് അനുഭവിച്ചതൊക്കെ എന്റെ കുടുംബം. ഒടുവിൽ അവൻ വന്ന് ചോദിക്കുന്നു മീരെ കൊന്നത് ആരാണെന്ന്. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. നീ മാത്രമല്ല, എന്താ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇതൊക്കെ കണ്ട് യഥാർത്ഥ കൊലയാളി എവിടെയോ സന്തോഷിച്ചിരിക്കുക. നീ അഭിനയിക്കുകയാണോ അതോ ജയിലിൽ കിടന്ന് നിനക്ക് ഭ്രാന്തായോ? എനിക്ക് ഭ്രാന്ത് വന്ന് പോവായിരുന്നു. പക്ഷെ മനസ്സിന്റെ പിടിവിട്ട് പോവാതെ പിടിച്ചു നിന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ. മീരയുടെ യഥാർത്ഥ കൊലയാളിയെ വിളിച്ചെത്ത് കൊണ്ടുവരാൻ, എന്റെ നിരപരാധിത്വം നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ. നീ അമ്പര കണ്ട. എടാ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നല്ല തെളിഞ്ഞ ബുദ്ധിയോടെ ഞാൻ സംസാരിക്കുന്നത്. നിനക്കിപ്പോഴും പൂർണ്ണ വിശ്വാസമായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ കെട്ടുകളൊന്നും വേണ്ട. അഴിച്ചു പറ. അത് നീ ഇപ്പൊ സ്വതന്ത്രനായി. നിനക്കിപ്പോ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇവരാരും നിന്നെ ഒന്നും ചെയ്യില്ല. പ്രകാശ്, മതി. എനിക്ക് സന്തോഷമായി. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിലും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ. അത് മതി. ഹലോ മാഡം. നന്ദനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരിക്കും അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല മാഡം. നന്ദനെ കാണാതായ കേസില് എന്നെ ഉൾപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? എനിക്കെതിരെ നീ SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? മാഡത്തിനെതിരെ മാത്രമല്ല, എനിക്ക് സംശയമുള്ള എല്ലാവരുടെ പേരിലും ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ മാഡം വരട്ടാനൊന്നും നോക്കണ്ട. എന്റെ മോനെക്കുറിച്ച് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക ഞാൻ. എപ്പോഴാ എന്റെ സമനില തെറ്റാന്ന് അറിയില്ല. മാഡത്തിന്റെ സമനില തെറ്റുന്നത് എന്റെ വിഷയമല്ല.
എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ചന്ദ്രോത്ത് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മാഡവും കുടുംബവുമാ. അതുകൊണ്ട് സ്വാഭാവികമായും മാഡത്തിന്റെ നേർക്കായിരിക്കും ആദ്യം സംശയം നീളുന്നത്. പിന്നെ ഇതിന്റെ പേരിൽ മാഡത്തോട് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പോലീസിൽ പറഞ്ഞാൽ മതി. MLA ആണെന്ന് കരുതി വലിയ അഹങ്കാരമൊന്നും വേണ്ട. മാഡത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ദേവിക, ഞാൻ അത്യാവശ്യമായിട്ടൊരു യാത്രയില്ല. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. ഈശ്വര, നന്ദു ഇപ്പൊ ആരുടെ കയ്യിലാകും അകപ്പെട്ടിരിക്കുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ആദ്യം അന്വേഷിച്ചത് നന്ദനെക്കുറിച്ചാണ്. നന്ദൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാരണം അനുഭവിച്ചതെല്ലാം നന്ദനാ. സത്യം അത്. പക്ഷെ നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് സത്യം പറഞ്ഞ വിഷമം തോന്നി. ആദ്യം നന്ദനെ സേഫാക്കുക, ബാക്കിയൊക്കെ പിന്നീട് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണ് ദേ ഇപ്പോ നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത്. എനിക്കറിയാം നന്ദന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന്. മീരയെ ഞാനല്ല കൊന്നതെങ്കിൽ പിന്നെ ആരാണ് ചെയ്തത്? നന്ദന്റെ മനസ്സിലെ പ്രധാന സംശയം അതല്ലേ? നന്ദ, നീ കുറച്ചു ദിവസം കൂടി ക്ഷമിക്കണം. അതിനുള്ളിൽ എല്ലാത്തിനുമുള്ള കൃത്യമായ ഉത്തരം കിട്ടും. പരോള് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും എനിക്ക് പൂർത്തിയാക്കാനുണ്ട്. ഞാൻ പറയുന്നത് നന്ദന് വിശ്വാസമാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാരമില്ല, ഇതിപ്പോ കഷ്ടിച്ച് അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതിനുള്ളിൽ തന്നെ നന്ദൻ എത്ര ശാന്തനായി കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ കൊല്ലാൻ തുടങ്ങിയ ആളാ. ഇപ്പൊ നന്ദനെ മിനിമം ഒരു മനുഷ്യനായിട്ടെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. തെളിവുകളൊക്കെ അന്ന് നിനക്കെതിരായിരുന്നു. പോലീസിനോട് അന്ന് നീ എല്ലാം സമ്മതിച്ചതല്ലേ? തെളിവുകളൊക്കെ എല്ലാവരും കൂടെ ഉണ്ടാക്കുന്നതല്ലേ? മീര കേസിൽ ദേവിക്കെതിരെയും തെളിവുകളുണ്ടായിരുന്നല്ലോ. അതും ലോകം വിശ്വസിച്ചല്ലേ? ബലരാമൻ സാറിന്റെ കൊലപാതകത്തിൽ സിദ്ധാർത്ഥൻ സാർ ജയിലിൽ കിടന്നില്ലേ? സിദ്ധാർത്ഥൻ സാറിനെതിരെയും തെളിവുകളുണ്ടായിരുന്നില്ലേ? ആ, അപ്പൊ ഈ തെളിവുകൾ എന്ന് പറയുന്നതേ അങ്ങനെയാണെന്താ? ആർക്കെതിരെയും ഇക്കാലത്ത് തെളിവുകൾ ഉണ്ടാക്കാം. പിന്നെ പോലീസിനോട് കുറ്റമേറ്റത് അത് ഇതിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാ. പലരും പ്രതികളാവുന്നതിന് പകരം ഒരാളെല്ലാം സമ്മതിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോയവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നന്ദന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്നെയും വേദനിപ്പിച്ചു. നന്ദനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് പങ്കുണ്ടെന്ന് തോന്നി. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നന്ദനെ അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചത്. ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ട് വന്നിട്ടാണോ രക്ഷിക്കുന്നത്? നന്ദന്റെ ചോദ്യം ശരിയാണ്. പക്ഷേ ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നന്ദ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നന്ദന്റെ ശത്രുക്കൾ ഈ വാർത്ത അറിഞ്ഞ് സന്തോഷിച്ചോളൂ. അപ്പൊ ശരി, ഞാൻ പോവാ. ഏയ്, എങ്ങോട്ട് പോകുന്നു? എന്നെ കാണാതെ വീട്ടുകാരാകെ തീ പിടിച്ച് കഴിയായിരിക്കും. എത്രയും പെട്ടെന്ന് ചെന്ന് കാര്യങ്ങൾ പറയണം. പഠിക്കൽ കൊണ്ട് ചെന്ന് കാലം ഉടക്കില്ല നന്ദ. നന്ദ, നീ ഏറ്റവും കൂടുതൽ സേഫ് ആകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നത്. വീട്ടുകാരുടെ വിഷമം മാറ്റാൻ നന്ദൻ ഇപ്പൊ പുറത്തിറങ്ങിയാൽ അവർ കൂടുതൽ വിഷമിക്കേണ്ടി വരും. നന്ദ, ഞാൻ സത്യമായിട്ടും പറയാ, നിന്റെ ചോരയ്ക്ക് ദാഹിക്കുന്ന പലരും നിന്നെ കിട്ടാൻ കാത്തിരിക്കുക.
നീ എത്ര നിർബന്ധിച്ചാലും ശരി ഞാൻ നിന്നെ അവർക്ക് വിട്ടുകൊടുക്കില്ല. എന്നെ ആരും ഒന്നും ചെയ്യില്ല. പിന്നെ എന്തിനാ നീ എസ്തപ്പാന്റെ വീട്ടിൽ ഒളിച്ചിരുന്നേ? തൽക്കാലം ഇവിടുന്ന് നിന്നെ ഞാൻ വിടില്ല. എങ്കിൽ ഞാൻ ദേവി ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആ ഫോണൊന്നു താ. ഇല്ല, തരില്ല. നന്ദ, ഞാൻ നിന്നെ രക്ഷിച്ച കാര്യം ദേവികയും നിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. വേണ്ട നന്ദ, ഇത്രയൊക്കെ ആയില്ലേ? നീ 1-2 ദിവസം കൂടി ക്ഷമിക്ക്. അല്ല, ഞാൻ അപ്പൊ ശരി. സല്ലേ, പറഞ്ഞൊക്കെ അറിയാലോ. എന്നോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ വേണം നന്ദനോടും പെരുമാറാൻ. നന്ദൻ ഒരു പരാതി ഉണ്ടാവരുത്. നന്ദന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് പോലും വീഴാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. അപ്പൊ ശരി നന്ദ, ഞാൻ തിരിച്ചു വരും. പ്രകാശ്, ബൈ.